മുടി കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് കറുത്തതും തിളക്കമുള്ളതും ആക്കാനായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു കിടിലൻ ഹെയർ കെയർ ഞാനൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇന്നത്തെ വീഡിയോയുടെ അവസാന ഭാഗത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതേതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് അറിയണമെങ്കിൽ വീഡിയോ അവസാനം വരെ കാണണം. ഒപ്പം തന്നെ ചില കിച്ചൺ ടിപ്സുകളും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ, നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പിലേക്ക് കിടക്കാട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു ബ്രെഡിൻ്റെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തൊന്ന് കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടി എടുത്തതാണ്, അതിൻ്റെ ബാലൻസ് വന്നതാണിത്. അപ്പം സാധാരണ നമ്മൾ ബ്രെഡ് വാങ്ങിച്ചിട്ട് കുറച്ച് ഉപയോഗിച്ച ശേഷം ബാക്കി വരാറുള്ളത് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? ഈ ബ്രെഡൊക്കെ ശരിയായ രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൂപ്പൽ പിടിച്ചിട്ട് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റാതെയാകും. അതുകൊണ്ട് ഇനി ബ്രെഡ് വാങ്ങി വന്നാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ പാക്കറ്റിൻ്റെ ഉള്ളിൽ ഈർപ്പം കയറാതെ നോക്കണം അല്ലേ. അപ്പം ബ്രെഡ് എടുത്തതിന് ശേഷം പാക്കറ്റ് നന്നായിട്ട് അടച്ച് വായു കിടക്കാത്ത രീതിയിൽ വെക്കുക. നമ്മൾ സാധാരണ ബ്രെഡ് എടുത്തതിന് ശേഷം മിച്ചമുള്ളത് ഫ്രിഡ്ജിലോട്ട് വെക്കാറാണ് അല്ലേ. ഈ നനഞ്ഞ കൈയൊക്കെ ഉപയോഗിച്ചിട്ടൊന്നും ബ്രെഡ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പെട്ടെന്ന് തന്നെ പൂപ്പൽ ബാധ ഉണ്ടാകും. ഈർപ്പം കയറിയാൽ ബ്രെഡ് പെട്ടെന്ന് കേടാകും. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പെന്ന് പറയുന്നത് ഇതാണ്. ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു വായു ഭാഗം ഇതുപോലെ നന്നായിട്ട് പിരിച്ച് ടൈറ്റ് ചെയ്യുക, ഇതുപോലെ. അതിനുശേഷം ഇതുണ്ടോ, ഇങ്ങനെ ഈ മുകൾ ഭാഗം ഇതുപോലെ നമുക്ക് താഴേക്ക് മടക്കി കൊണ്ടുവരാം. ഇതുപോലെ താഴേക്ക് ഇങ്ങനെ മടക്കി കൊണ്ടുവന്ന് നമ്മളൊരു ഉടുപ്പൊക്കെ ഇടുന്നത് മാതിരി ഇതുപോലെ വലിച്ച് ഇതുപോലൊന്ന് ടൈറ്റ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഇനി ഇതിനകത്ത് ഒരു ഈർപ്പവും കയറത്തില്ല. നല്ല എയർ ടൈറ്റാണ്. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ വായു കടക്കാത്ത രീതിയിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അതല്ലെങ്കിൽ 2 ദിവസമൊക്കെ വെളിയിലിരുന്നാലും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ എന്താ, ട്രൈ ചെയ്ത് നോക്കല്ലേ. ഇനി അടുത്ത ടിപ്പിലേക്ക് കടക്കാട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടിപ്പാണ്. നമ്മുടെ അടുക്കളയിൽ ദിവസം ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റൗവിലെ ബർണർ അവസാനമായിട്ട് എപ്പോഴാണ് നിങ്ങൾ വൃത്തിയാക്കിയത്? ദിവസവും തുടച്ചൊക്കെ വയ്ക്കുന്നതാണെങ്കിലും ബർണറിൻ്റെ ചെറിയ ഹോളിൻ്റെ ഉള്ളിൽ പോലും അതിൻ്റെ ചുറ്റിലുമൊക്കെ എണ്ണയും ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ അടിഞ്ഞുകൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇത് ശരിയായ രീതിയിൽ തീ വരാതിരിക്കാനായിട്ട് കാരണമാകും. അപ്പം ഒന്നെങ്കിൽ തീ മഞ്ഞ നിറത്തിലാകാം, അല്ലെങ്കിൽ ചില ഭാഗങ്ങളിലൊക്കെ തീ കുറയുകയും കൂടുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ നിങ്ങൾ ഈ ബർണർ എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇനി ഞാൻ ഉപയോഗിക്കുന്ന ബർണർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിക്കാം കേട്ടോ. ആദ്യം ഗ്യാസ് സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തിട്ട് പൂർണ്ണമായിട്ടും ബർണർ തണുക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കണേ. അതിനുശേഷം ഇതുപോലെ നമുക്ക് ചെറിയൊരു പാത്രം എടുക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മുടെ ബർണർ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ എടുക്കുന്ന ക്ലീനിങ് പ്രോഡക്റ്റ് ഇനോയാണ്. ഇനോ എല്ലാവർക്കും പരിചയമുള്ളതാണല്ലോ. അപ്പോൾ ഇത് ഒരു പാക്കറ്റ് എടുത്തിട്ട് പൊട്ടിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനോ ഇങ്ങനെ വിതറി കൊടുത്തതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളം കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും. ഈ ചെറിയ ഹോൾസൊക്കെ ഇല്ലേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇതിങ്ങനെ ആഴ്ന്ന് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10-20 മിനിറ്റ് നമുക്കിത് ഇങ്ങനെ ഒന്ന് വെച്ചിരിക്കാം, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അതെല്ലാം നന്നായിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. എണ്ണമെഴുക്കുണ്ടാവാം, അതുപോലെ പൊടിയും ചെളിയും അഴുക്കൊക്കെ ഒരുപാട് ഇതിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് കിട്ടും. ഒരു 10-20 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ അഴുക്കെല്ലാം ഒന്ന് നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറില്ലേ അത് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഉരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരച്ച് കഴിയുമ്പം തന്നെ, സ്ക്രബ് ചെയ്യുമ്പം തന്നെ ആ അഴുക്കെല്ലാം നന്നായിട്ട് തന്നെ ഇളകി വരും. നോക്കിക്കേ, എൻ്റെ കയ്യിലെല്ലാം എന്തുമാത്രം ആയിട്ടുണ്ടെന്ന് നോക്കിക്കേ. അപ്പോൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ എത്ര അടിഞ്ഞു കൂടിയിരിക്കുന്ന അഴുക്കും ആ ഹോൾസിലൊക്കെ ഉള്ള അഴുക്കെല്ലാം വെളിയിൽ വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഇനിയുണ്ടല്ലോ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കാം. കഴുകിയെടുക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആകും. ഇതുണ്ടോ, ഇപ്പോൾ ആ ഹോൾസ് എല്ലാം ഒന്ന് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു പ്ലേറ്റിലേക്ക് നോക്കിക്കേ, ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ അഴുക്ക് മുഴുവൻ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നോക്കിയാൽ തരിതരിയായിട്ട് കിടക്കുന്നുണ്ടോ? തുരുമ്പുണ്ടാവുക ഇതിൻ്റെ അത്, എണ്ണമെഴുക്ക്, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ഹോളൊക്കെ അടഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം ഉള്ളതെല്ലാം വെളിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി ഇത് നിങ്ങൾ നന്നായിട്ട് തുടച്ച് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മളിത് തിരിച്ച് സ്റ്റൗവിലേക്ക് വെക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇനി ഇങ്ങനെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടും വീണ്ടും പതിവ് പോലെ തീ വരാതിരിക്കുകയോ അസാധാരണമായ വിധം ഫ്ലെയിം കാണുകയോ ഗ്യാസിൽ മണം അനുഭവപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വയം പരീക്ഷണങ്ങളൊന്നും നടത്താതെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വിദഗ്ധൻ്റെ സഹായം തേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ
ഇടയ്ക്കിടെ ബർണർ നല്ലതുപോലെ ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചാൽ അടുക്കള കൂടുതൽ വൃത്തിയോടെയും സുരക്ഷിതമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ബർണറിൻ്റെ അവസ്ഥ ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ വേഗം തന്നെ പോയിട്ട് നോക്കുക, എന്നിട്ട് ക്ലീൻ ആക്കിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബർണർ ക്ലീനിങ് ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ കൂടി ബാക്കി കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ സവാളയൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗ്യാസ് ചിലവാക്കുന്നവരാണ് നമ്മൾ, അല്ലേ? അതായത് നമ്മൾ പാനിലൊക്കെ വെച്ചിട്ട് സവാളയും തക്കാളിയൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഇറച്ചി വയ്ക്കാനാണെങ്കിലും പിന്നെ മറ്റ് ബിരിയാണി ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ നമ്മൾ സവാള ഒന്ന് വഴറ്റിയെടുക്കണമെങ്കിൽ ഒരുപാട് സവാള ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് ഒക്കെ ഒന്ന് വരണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്യാസ് ചിലവാകും, അല്ലേ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കുക്കറിനകത്ത് വെച്ചിട്ട് തന്നെ സവാള വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ സാധാ പോലെ തന്നെ നമ്മൾ കുക്കർ എടുക്കുക, എന്നിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു. കടുകൊക്കെ ഇട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സവാള, ഞാനിപ്പം ഇതൊരു മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയൊക്കെയാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഒറ്റ വിസിലടുപ്പിച്ചെടുക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുക, ഒരുപാട് വേണ്ട കേട്ടോ, ഒരല്പം മതി. ഇതുപോലെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒരേ ഒരു വിസിൽ നോക്കി നിന്നിട്ട് വേണം ഒറ്റ വിസിലടുപ്പിക്കണം. അതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്ത് വയ്ക്കുന്നു. ഓഫ് ചെയ്ത് ഇതിൻ്റെ ആ ഒരു എയറൊക്കെ പോയതിന് ശേഷം നിങ്ങളിതുകൊണ്ട് ഇതുപോലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ എത്ര സമയം എടുത്തിട്ട് വഴറ്റിയെടുക്കേണ്ട സവാളയാണ് നമ്മൾ ഒറ്റ വിസിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്യാസ് അധികം ഇവിടെ ചിലവാകുന്നില്ല. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മസാല പൊടികളൊക്കെ ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് റെഡിയാക്കുമ്പം തന്നെ അത്യാവശ്യം നമ്മൾ മറ്റേ രീതിയിൽ വഴറ്റിയതുപോലെ തന്നെ ആയിട്ടുണ്ടാവും ഇത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും, വേഗം കാര്യവും നടക്കും. അപ്പോൾ എങ്ങനെയാണ്, നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുമ്പോൾ സാധാരണ ഉപ്പിട്ടിട്ടാണ് പുഴുങ്ങാറ്, കാരണം അതിൻ്റെ ആ ഒരു മുട്ടത്തോട് നന്നായിട്ടൊന്ന് ഉരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? പക്ഷേ ഇനിയിപ്പം ഉപ്പിന് പകരം ഇതുപോലെ 2-3 തുള്ളി ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നിങ്ങൾ സാധാ പോലെ മുട്ട ഇങ്ങനെ പുഴുങ്ങി എടുക്കുകയാണെങ്കിൽ മുട്ടത്തോല് ഇതുണ്ട് അടിപൊളിയായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാവേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പം നല്ല ഓയിലൊന്നും ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾ വറുക്കോ പൊരിക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം മിച്ചം വന്നിട്ട് ബാലൻസ് ഇരിക്കുന്ന ആ ഓയിലുണ്ടല്ലോ, അതൊക്കെ ആണെങ്കിൽ ഒരു 2-3 തുള്ളി ഇതുപോലൊന്ന് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ മുട്ടയുടെ തോല് ഉരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ഇനി വേറെ ഒരു ടിപ്പ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ മുട്ട കറി വയ്ക്കുമ്പോൾ മുട്ട അങ്ങനെ ഇട്ട് കൊടുക്കാതെ കണ്ട് അതിന് 1-2 ഇടത്ത് ഇതുപോലെ ചെറിയ വര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ മസാലയെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് ഉണ്ണിയിലൊക്കെ ആ ഒരു ടേസ്റ്റ് ആകും, മസാലയുടെ ടേസ്റ്റ് ആകും. അപ്പോൾ നിങ്ങൾ എപ്പോഴും മുട്ട കറി വെക്കുമ്പം ഇതുപോലെ വര ഇട്ട് കൊടുത്തിട്ട് മുട്ട കറി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പാണ്, അപ്പം അത് ഒട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ടിപ്പിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്പ് ഇതാണ് കേട്ടോ. വീട്ടിൽ തന്നെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഹോം മെയ്ഡ് സിറമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. ഇത് മുടിക്ക് നല്ലൊരു നാച്ചുറൽ ഷൈൻ കിട്ടാനും മുടി കൂടുതൽ സോഫ്റ്റ് ആയിട്ട് ഒരു ഫീൽ ചെയ്യാനും സഹായിക്കുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ കെയർ റെസിപ്പിയാണിത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിലോട്ട് 2 സ്പൂൺ പച്ചരി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പച്ചരിയില്ല, ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ പച്ചരി മതി. പിന്നെ ഇതിലോട്ട് 1 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം, 1 സ്പൂൺ തേയില ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നിറച്ചൊരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് തിളപ്പിക്കാം. വെറുതെ തിളപ്പിച്ചാൽ മാത്രം പോരാ കേട്ടോ, വെള്ളം കുറുകി ഏകദേശം ഒരു പകുതിയോളമായി വരുന്നത് വരെ ചെറുതീയിൽ നിന്നിട്ട് സിമ്മിൽ വേണം നമ്മൾ ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ തിളച്ച് വരുമ്പം ഈ ചേരുവകളുടെ എല്ലാം നിറവും ഗുണവും എല്ലാം ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരും. വെള്ളം ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വരുമ്പം നല്ലൊരു എന്താ പറയുക ടീ കളറ്, നമ്മൾ ചായയൊക്കെ വെക്കത്തില്ലേ ആ ഒരു കളർ ഇങ്ങനെ ആയി വരുമ്പോൾ സ്റ്റൗ നമുക്കങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്കിത് അരിച്ചിട്ട് ഒരു സ്റ്റെയിനർ ഉപയോഗിച്ച് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്ത ഈ ലിക്വിഡ് ആണ് നമ്മൾ ഹെയർ സിറമായിട്ടിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഗുണം എന്തുമാത്രമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഉലുവയും തേയിലപ്പൊടിയും അതുപോലെ തന്നെ പച്ചരിയും എല്ലാം നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കറിവേപ്പില. അപ്പം ഇത് എങ്ങനെയാണ് ഇനി ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് ആദ്യമേ ഇതുപോലെ പാത്രത്തിലോട്ട് നമ്മൾ എടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാമ്പു
ഷാമ്പൂ ഏതാണ് അതൊരല്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിവിടെ ഈ ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പൂ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് വേണമെങ്കിൽ സ്പ്രേ ബോട്ടിലിൽ ആക്കിയിട്ട് മുടി ഇഴകളിൽ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കൈ വെച്ചിട്ടാണെങ്കിലും ശരി നമ്മൾ മുടിയിലും തലയോട്ടിയിലും എല്ലാം നന്നായിട്ടിട്ട് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളിത് കഴുകിക്കളയുക. അപ്പം ഏകദേശം ഷാമ്പൂവിൻ്റെ പതയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നല്ലപോലെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി തലയോട്ടി ക്ലീൻ ആകുക. മുടി നന്നായിട്ട് കഴുകി ഉണക്കുക. ഇങ്ങനെ നിങ്ങൾ ഒരു മാസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് ഒരു റിസൾട്ട് അറിയാൻ പറ്റും. മുടിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നല്ലൊരു തിളക്കം കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ മുടി കിടക്കും കേട്ടോ. പഴയ ആ ഒരു മുടിയാണോ എന്ന് പോലും പലരും നിങ്ങളോട് ചോദിച്ചു പോകും. അപ്പം നിങ്ങളിന്ന് ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഈ രീതിക്കൊന്ന് ഉപയോഗിച്ചിട്ട് നോക്കുക. അപ്പം നിങ്ങൾക്ക് റിസൾട്ട് നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.